മാർച്ചിലെ ലാഭനഷ്ടക്കണക്കുകൾ പുറത്തുവിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ലാഭമുണ്ടാക്കിയത് എമ്പുരാൻ മാത്രമെന്നും ഇറങ്ങിയ 16 സിനിമകളിൽ 14 വൻ നഷ്ടത്തിലെന്നും പ്രൊഡ്യൂസർ അസോസിയേഷൻ അറിയിച്ചു. ഇതിൻ്റെ വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, ഈ സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്, പക്ഷേ അത് സാമ്പത്തികമായി വലിയ നഷ്ടമാണ് മേഖലയ്ക്ക് ഉണ്ടാക്കുന്നതെന്ന് ഏറെക്കാലമായുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒക്കെ ആരോപണമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എമ്പുരാൻ മാത്രം, ബാക്കിയുള്ള 14 സിനിമകൾ പൊട്ടി. തിയോഫിൻ. അജിംഷാദ്, 15 സിനിമകളാണ് മാർച്ച് മാസത്തിൽ റിലീസ് ചെയ്തത്. ഈ മലയാള സിനിമകളിൽ 15-ൽ 14 എണ്ണവും തകർച്ചയാണ് നേരിട്ടത്. എല്ലാം പൊട്ടിത്തകരുകയായിരുന്നു. എമ്പുരാൻ മാത്രമാണ് മാർച്ച് മാസത്തിലെ റിലീസിൽ സാമ്പത്തികമായി വിജയം നേടിയ സിനിമ. ഇതിൽ ആദ്യത്തെ 5 ദിവസം സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ നിന്ന് നേടിയത് 24 കോടിയിലധികം രൂപയാണ്. എമ്പുരാൻ്റെ മുതൽ മുടക്ക 175 കോടിയിലധികമാണ് വരുന്നത്. ഇതിൽ ഈ സിനിമയ്ക്ക് മാത്രമാണ് ഒരു പ്രതീക്ഷിച്ച നേട്ടമുണ്ടായത്. മറ്റ് 14 ചിത്രങ്ങളും തിയേറ്ററിൽ വൻ പരാജയമായിരുന്നു. 4 കോടിയിലധികം മുടക്കിയ ഔസേപ്പിൻ്റെ ഓസ്യത്ത് എന്ന സിനിമ 45 ലക്ഷം മാത്രമാണ് വരുമാനമായി നേടിയത്. 2.6 കോടി മുടക്കിയ പരിവാർ എന്ന സിനിമ നേടിയത് 26 ലക്ഷം മാത്രമാണ്. ഈ കണക്കുകൾ ഒരു കാര്യം കൂടി നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നുണ്ട്. ഈ കണക്ക്, അതായത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് തിയേറ്ററിൽ നിന്നും വിതരണക്കാർ വഴി ലഭിച്ച ഷെയറിൻ്റെ കണക്ക് മാത്രമാണ്. മറ്റ് OTT റിലീസ് അതുപോലെയുള്ള മറ്റ് സാറ്റലൈറ്റ് റൈറ്റുകൾ ഉൾപ്പെടെയുള്ള വരുമാനം വേറെയുണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും തിയേറ്ററിൽ നിന്നും വളരെ ദയനീയ പരാജയമാണ് 15 സിനിമകളിൽ 14 നേടിയത് എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എമ്പുരാൻ ഒഴികെയുള്ള മറ്റ് സിനിമകളെല്ലാം 14 സിനിമകളും പരാജയപ്പെട്ടു. ആ സിനിമകൾ ഒന്ന് മറുവശം, ഔസേപ്പിൻ്റെ ഒസ്യത്ത്, പരിവാർ തുടങ്ങി വടക്കൻ, ഈ പേരുകളൊക്കെ പുറത്തുവിട്ടാണോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആരോപണം? ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഈ 15 സിനിമകളുടെയും റിലീസ് ഡേറ്റും ഇതിൻ്റെ പേരുകളും കൂടി ഉൾപ്പെടെയാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ തന്നെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കണക്കുകൾ നിർമ്മാതാക്കൾക്ക് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന ഷെയറിൻ്റേത് മാത്രമാണ്. ഇവ ലഭിച്ചിട്ടുള്ളത് വിതരണക്കാരിൽ നിന്ന് ലഭ്യമായ കണക്കുകളുടെ, ആ പ്രദർശനശാലകളിൽ നിന്നും വിതരണക്കാരിൽ നിന്ന് ലഭ്യമായ കണക്കുകളുടെ കൂടി അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കുന്നു. മറ്റ് സ്രോതസ്സുകളിലുള്ള കണക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് OTT, സാറ്റലൈറ്റ്, ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങൾ, അതായത് കേരളം ഒഴികെയുള്ള മറ്റ് ഭാഗങ്ങൾ, റെസ്റ്റ് ഓഫ് വേൾഡ്, മറ്റ് ഓഡിയോ വീഡിയോ റൈറ്റുകൾ, അങ്ങനെ എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അതൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. തിയേറ്ററിൻ്റെ കളക്ഷൻ മാത്രമാണ്. തിയേറ്റർ കളക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാതാക്കൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കണക്ക് പ്രകാരം മാർച്ച് മാസത്തിലെ 15 റിലീസ് ചിത്രങ്ങളിൽ 14 എണ്ണവും പരാജയമാണ്. അജിംഷാദ്. ശരി, തിയോഫിനാണ് വിശദാംശങ്ങൾ നൽകിയത്. എമ്പുരാൻ മാത്രമാണ് രക്ഷയായത് എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുറന്നു പറയുന്നത്.